ഇന്ത്യ ഗേറ്റിന്റെ പേര് ഭാരത് മാതാ ദ്വാർ എന്നാക്കണം. പ്രധാനമന്ത്രിക്ക് കത്തെഴുതി ന്യൂനപക്ഷ മോർച്ച ദേശീയ അധ്യക്ഷൻ. ആ കത്തി പറയുന്ന ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. മുഗൾ ചക്രവർത്തി ഔറംഗസേബ് ക്രൂരനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരുള്ള റോഡ് മാറ്റി APJ അബ്ദുൽ കലാം റോഡ് എന്ന് ആക്കി. ഇന്ത്യ ഗേറ്റിൽ നിന്ന് ജോർജ് അഞ്ചാമന്റെ പ്രതിമ മാറ്റി പകരം നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമ സ്ഥാപിച്ചു. രാജ്പഥിന് കർത്തവ്യ എന്ന് പേര് മാറ്റി. മോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിൽ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ദേശസ്നേഹവും ഇന്ത്യൻ സംസ്കാരത്തോടുള്ള കൂറും വർദ്ധിച്ചു പോലും. അത് വിട്, ആ 140 കോടിയിൽ ഞാനില്ല. ഇതൊക്കെ ചെയ്തതുകൊണ്ട് എന്റെ മനസ്സിലെ ദേശസ്നേഹം കൂടി ഞാൻ രാവിലെ എണീറ്റ് നിക്കറിട്ട് ഭാരത് മാതാ കി ജയ് ഒന്നും വിളിക്കുന്നില്ല. അങ്ങനെ വിളിക്കാത്ത ഒരു 10-50 ആൾക്കാരെ എനിക്ക് തന്നെ അറിയാം. അതുപോലെ കോടിക്കണക്കിന് ആളുകൾ കേരളത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് 140 കോടി എന്നൊക്കെ കണ്ണളച്ച് തള്ളാൻ വരട്ടെ. ശരിക്കും ഇവരൊക്കെ എന്താണ് മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. മോദി ഭരണത്തിൽ രാജ്യത്താകെ മാറിയിട്ടുള്ളത് ഈ ചരിത്ര നിർമ്മിതികളുടെ പേരാണ്. പിന്നെ കുറെ വിലക്കയറ്റം, ഉപ്പ് തൊട്ട് പെട്രോൾ വരെയുള്ളതിന്റെ വില ഏറിപ്പോയിട്ടുണ്ട്. വീടിന്റെ അപ്പുറത്തുള്ള ജംഗ്ഷൻ തൊട്ട് IPCയുടെ വരെ പേര് മാറ്റി ഭാരത് കുത്തിക്കയറ്റി. ഇതല്ലാതെ വേറെ പ്രകടമായ മാറ്റമൊന്നും ഞാൻ കാണുന്നില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ പണ്ട് പട്ടിണി കിടന്നവരൊക്കെ ഇപ്പോഴും പട്ടിണി തന്നെയാണ്. പണ്ട് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അടി വാങ്ങിയിരുന്നവരും അനുഭവിച്ചിരുന്നവരും ഒക്കെ ഇപ്പോഴും അത് അനുഭവിക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ അനുഭവിക്കുന്നുണ്ടെങ്കിലേ ഉള്ളൂ. ഒരിടത്താണെങ്കിൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന കലാപം, ഒരിടത്ത് കലാപം ഉണ്ടാക്കി പൊളിച്ച പള്ളി ഇരുന്നിടത്ത് അമ്പലം, അതിന്റെ പൂജാരിയാണെങ്കിൽ പ്രധാനമന്ത്രി. ശരിക്കും ഇവരുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പേരൊക്കെ